സുഫദർസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച കഥയോട് വീണ്ടും പറയാണ്. ഇതുപോലെ 4 പുസ്തകങ്ങളാണ് സുഫദർസിനുള്ളത്. ഒരു പുസ്തകത്തിൽ 25 ഹദീസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ടോട്ടൽ 4 സെമസ്റ്ററിലായിട്ട് 100 ഹദീസുകളുടെ പഠനം എന്നുള്ളതാണ് സുഫദർസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ തുടങ്ങി വെച്ചു. 1ാമത്തെ ഹദീസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി 2ാമത്തെ ക്ലാസ്സാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അബഅദ റിജാലി ഇലല്ലാഹി അൽ അലദുൽ ഫസിം. മനുഷ്യരാവുന്ന നമുക്ക് അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയൊരു കഴിവാണ് സംസാരിക്കാനുള്ള കഴിവ് എന്നുള്ളത്. മറ്റു മൃഗങ്ങളിൽ നമ്മൾ വ്യത്യസ്തമായ കഴിവ് കൂടിയാണ് സംസാരം എന്നുള്ളത്. ഈ സംസാരം നിങ്ങൾ നോക്ക്, നമ്മുടെ നാവ്, നമ്മുടെ പല്ലുകൾ, ചെറുനാവ്, ആ നാവിലുള്ള ചെറിയ നനവ് വരെ സംസാരത്തിന് ബാധിക്കുന്നുണ്ട്. ആ അത്രയും മഹത്തമായ ഒരു അനുഗ്രഹം അല്ലാഹു നമുക്ക് നൽകിയത്, അതിന് നമ്മൾ ശുക്ർ ചെയ്യേണ്ടതുണ്ട്. ശുക്ർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആ നാവിനെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അതുകൊണ്ട് ശുക്ർ ചെയ്യേണ്ടത്. മനുഷ്യന്മാർ പല കോലത്തിലാണ്. ചില ആളുകൾ മൗനികളായിരിക്കും, ഒന്നും സംസാരിക്കില്ല. സംസാരിക്കേണ്ടത് സംസാരിക്കില്ല, അല്ലാത്തത് സംസാരിക്കില്ല. ചില ആളുകൾ മിതഭാഷികളായിരിക്കും, ആവശ്യമുള്ളത് മാത്രം പറയും, അതിനപ്പുറത്തേക്ക് ഒരു കാര്യം അവർ പറയൂല. ആവശ്യമില്ലാത്ത സംസാരം നാവിൽ നിന്ന് വരൂല. ആവശ്യമുള്ള കാര്യങ്ങൾ എന്തുണ്ടോ അത് കൃത്യമായിട്ട് അവർ പറയുകയും ചെയ്യും. ചില ആളുകൾ അമിതമായി സംസാരിക്കുന്നവരായിരിക്കും. സംസാരിച്ചുകൊണ്ടേയിരിക്കും, നിരന്തരമായി സംസാരിച്ചുകൊണ്ടേയിരിക്കും. ആവശ്യമുള്ളതിലും ആവശ്യമില്ലാത്തതിലും എല്ലാത്തിനും അഭിപ്രായം പറയും, എല്ലാത്തിലും ഇടപെടും. അങ്ങനെ നിരന്തരമായി സംസാരിക്കുന്ന ആളുകൾ ഉണ്ടാവും. മറ്റൊരു വിഭാഗമാണ്, ആ വിഭാഗത്തെ കുറിച്ചാണ് നേരത്തെ ഹദീസിൽ അൽ ഫസീം എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞു ഇന്ന അബഅദ റിജാലി ഇലല്ലാഹി അൽ അലദുൽ ഫസീം. അതാരാണ്? ചില ആളുകളുണ്ട്, അവരുടെ മെയിൻ വിഷയം എന്താണ്? തർക്കമാണ്. അവർ പറയുന്ന കാര്യത്തിൽ ഒരു ന്യായവുമില്ല നമുക്കറിയാം, അല്ലെങ്കിൽ താൻ പറയുന്ന കാര്യം പൂർണ്ണാബദ്ധമാണെന്ന് നമുക്കറിയാം. ഒരു വിഷയം അതിലില്ല. ഞാൻ പറഞ്ഞ കാര്യം പൂർണ്ണമായും തെറ്റാണ്, അബദ്ധമാണ് എന്ന് അവനിക്കറിയാം. എങ്കിലും എന്ത് ചെയ്യും? അതിന്മേൽ വാദിച്ചുകൊണ്ടേയിരിക്കും, തർക്കിച്ചുകൊണ്ടേയിരിക്കും. ജയിക്കണം എന്നൊരു ആഗ്രഹം. ആരുടെ മുന്നിലും തോൽക്കാൻ പാടില്ല, ഒരാളുടെ മുന്നിലും തോറ്റു കൊടുക്കാൻ പാടില്ല എന്ന ലക്ഷ്യത്തില് താൻ പറയുന്ന കാര്യം പൂർണ്ണാബദ്ധമാണെന്ന് നമുക്കറിയാം. എങ്കിലും എന്ത് ചെയ്യും? അവൻ അതിന്റെ മേൽ തർക്കിച്ചുകൊണ്ടേയിരിക്കും. വെറുതെ തർക്കിക്കുന്ന ആളുകൾ ഇന്ന അബഅദ റിജാലി ഇലല്ലാഹി, അല്ലാഹുവിൽ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ദേഷ്യമുള്ള ആളാരാണ്? അൽ അലദുൽ ഫസീം. തന്റെ ഭാഗത്ത് ന്യായമില്ല എന്ന് അറിഞ്ഞിട്ടും ആ കാര്യത്തിന്റെ മേൽ കൂടിയിട്ട് തർക്കിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകൾ, അവരാണ് അല്ലാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള ആളുകൾ. ഇങ്ങനത്തെ ആളുകൾ സമൂഹത്തിൽ പല ആളുകളെ ഒറ്റപ്പെടുത്തും. നമ്മൾ പോയി സംസാരിക്കുമ്പോൾ നമ്മളെ ക്ഷേത്രം ഉണ്ടാവുള്ളൂ, ഹലോ അസ്സലാമു അലൈക്കും, എന്താ വർത്താനം, സുഖല്ലേ, വലൈക്കും സലാം, ഇത്ര നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടാവുള്ളൂ. പക്ഷേ സംസാരം കൂടുമ്പോൾ എന്ത് ചെയ്യും? അയാളുടെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങ് നിർത്തിക്കൊണ്ടേയിരിക്കും. ഇങ്ങനത്തെ ആളുകളെ കാണുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും പിന്നോട്ട് നിൽക്കും, സംസാരിക്കാൻ മടിക്കും. അതുപോലെ വീട്ടിലാണെങ്കിൽ ഭാര്യയോട്, മക്കളോട്, അയൽവാസികളോടൊക്കെ തർക്കിച്ചുകൊണ്ടേയിരിക്കും. നിരന്തരമായ തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇത്തരത്തിലുള്ള ആളുകളായിട്ട് നമ്മൾ മാറാൻ പാടില്ല. നമ്മളുടെ സംസാരം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തത്തിലായിട്ട് മാത്രം, തൃപ്തിയിലായിട്ട് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള സ്വഭാവം നമ്മുടെ ഉള്ളിലുണ്ടോ ഇല്ലേ നമ്മളൊന്ന് അന്വേഷിക്കാം. ഈ പറഞ്ഞ സ്വഭാവം, തർക്കിക്കുന്ന സ്വഭാവം എന്റെ ഉള്ളിലുണ്ടോ ഇല്ലയോ? ഇനി അങ്ങനെ ഉണ്ട് എങ്കിൽ അത് മാറാനുള്ള വഴി എന്താണ്? മഹാന്മാർ പഠിപ്പിച്ചു. നാം സംസാരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ, നമ്മുടെ ചിന്തയിൽ ഉണ്ടായിരിക്കുന്ന കാര്യം എന്താണ്? നാം സംസാരിക്കുമ്പോൾ എന്ന ആശയം നമ്മുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ നാവ് കൊണ്ട് എന്ത് മൊഴിഞ്ഞാലും എന്ത് ഉരിയാടിയാലും അവന്റെ അപ്പുറവും ഇപ്പുറവും 2 മലക്കുകളുണ്ട്, റഖീബ് അതീദ് അലൈഹിസ്സലാം. ആ 2 പേരും അത് കൃത്യമായി നോട്ട് ചെയ്യുന്നുണ്ട്. നാളെ ആഖിറത്തിൽ എത്തുമ്പോൾ നമ്മുടെ കിതാബ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് അതൊക്കെ നോക്കി വായിക്കേണ്ടി വരും ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. റഖീബ് അതീദ് അലൈഹിസ്സലാം എന്റെ എല്ലാ കർമ്മങ്ങളും എന്റെ എല്ലാ വാക്കുകളും ഇവിടെ രേഖപ്പെടുത്തുന്ന ചിന്ത മനസ്സിലുണ്ടായാൽ പിന്നെ വേണ്ടാത്ത സംസാരം ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം എന്താണ്? നിങ്ങൾ പറഞ്ഞു മൻ കസറ കലാമുഹു കസറ ദുനൂബുഹു വമൻ കസറ ദുനൂബുഹു മാത ഖൽബുഹു വമൻ മാത ഖൽബുഹു ദഖല ഫിന്നാർ. ഒരാൾ അമിതമായി സംസാരിച്ചാൽ, ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനൊക്കെ സംസാരിക്കും. അങ്ങനെ അമിതമായി സംസാരിക്കുന്ന ആളാണെങ്കിൽ കസറ ദുനൂബുഹു, അവന്റെ ദോഷങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. സംസാരത്തിനിടയ്ക്ക് ദൈവം വരാം,
നമീമത്ത് വരാം, കളിയാക്കൽ വരാം, കുറ്റപ്പെടുത്തൽ വരാം, എല്ലാം കടന്നു വരാം. അങ്ങനെ ഒരാളുടെ സംസാരം അമിതമായി പോയാൽ അവന്റെ തെറ്റുകൾ അധികരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ തെറ്റുകൾ കൂടിയാലോ അവന്റെ ഹൃദയം ചത്തുപോകും, മരിച്ചു പോകും. എന്ന് പറഞ്ഞാൽ ആ ഹൃദയത്തിലേക്ക് നന്മകളൊന്നും കയറൂല, ഉപദേശങ്ങളൊന്നും കയറൂല. അങ്ങനെ ഹൃദയം ചത്തുപോയാൽ ഒരാളുടെ ഹൃദയം മരിച്ചു പോയാൽ അവൻ നരകാവകാശിയായി തീരുമെന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്താണ്? നാം ഒന്ന് ചിന്തിക്കുക. ഞാൻ ഇപ്പോൾ ഒരാളോട് തർക്കിക്കുകയാണ്, എന്റെ ഭാഗത്തിൽ ന്യായവുമില്ല, എനിക്കറിയാം ഞാൻ പറയുന്ന കാര്യം പൂർണ്ണാബദ്ധമാണെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കാം, ഇതേപോലെ മറ്റൊരാൾ എന്നോട് തർക്കിച്ചാൽ എന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നത് കൂടി നമ്മൾ ചിന്തിച്ചാൽ ഒരുപക്ഷെ ഈ ഒരു കാര്യം, ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാവുകൾ നല്ല വാക്കുകൾ പറയുന്ന നാവാക്കി മാറ്റി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല